നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒരുമിച്ചുള്ളൊരു മന്ത്ലി എക്സ്പയറി ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി 49,230 മുകളിൽ മാത്രമേ ഞാൻ ബുധനാഴ്ച പറഞ്ഞായിരുന്നു 49,230 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് അതിന് മുകളിൽ തന്നെ നിന്ന് കുറേ നേരം കണ്ട് കളിച്ചു. അതേപോലെ നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,155 മുകളിൽ 23,337 വരെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അവൻ 310 310 വരെ പോയിട്ട് തിരിച്ചേക്ക് താഴേക്ക് ഇറങ്ങി. നിഫ്റ്റിയിൽ ഒരു ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. ലൈവ് നമ്മുടെ യൂട്യൂബിൽ ലൈവ് ഞാൻ പോയപ്പോഴും അതിൽ വ്യക്തമായി ഞാൻ അത് പറഞ്ഞായിരുന്നു. എന്താണ് 23,337 വരെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എബോ 23,155 അത് 23,310 വന്ന ഒരു ട്രേഡ് സെറ്റപ്പും കൂടെ ആയിരുന്നു ഇന്ന് കിട്ടിയത് പൊതുവെ മാർക്കറ്റിൽ. സോ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ട്രേഡ് കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന്, പ്രത്യേകിച്ച് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. മാർക്കറ്റ് ചെറിയൊരു പ്ലസിലൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 23,300 ഈ ഭാഗത്ത് തന്നെയാണ് കിടക്കുന്നത്. മാർക്കറ്റ് ഒരിടത്തും പോയിട്ടില്ല. അപ്പോൾ നാളെ ഫ്രൈഡേ പുതിയ മന്ത്ലി കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. മറ്റന്നാ എക്സ്പയറി, മറ്റന്നാ ബഡ്ജറ്റ്. 1 day ബിഫോർ എ ബഡ്ജറ്റിൽ നാളെ എന്തൊക്കെ മാർക്കറ്റിൽ സംഭവിക്കും, പുതിയ കോൺട്രാക്ട് എവിടെയായിരിക്കും വരുന്നത്, എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നൊക്കെ നോക്കണം. സോ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഒരു നോർമൽ ഡേ ആയിരുന്നു. നിഫ്റ്റി ലാസ്റ്റ് മിനിറ്റിൽ ഒരു ന്യൂട്രൽ ഡേ ആയിരുന്നു. മുകളിലും താഴെയും അവൻ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് തന്നിട്ട് ഏകദേശം പറഞ്ഞാൽ 23,223 ഭാഗത്ത് ആ ഒരു POCൻ്റെയും വിവാപ്പിൻ്റെ ഭാഗത്തൊക്കെ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഈ പറഞ്ഞ ഒരു 80% റൂൾ നടക്കുന്ന ഈ ഒരു ബസ്, അതായത് കവടിയാർ, വെള്ളയാമ്പലം, ഈസ്റ്റ് ഫോർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു 3 ഏരിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളയാമ്പലത്തിൻ്റെ ഭാഗത്ത്, അതായത് 23,269 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 23,269 മുകളിൽ നിൽക്കാൻ ഒരു മൊമെൻറ്റം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ട നാളെ നമ്മുടെ മാർക്കറ്റ് ഏതിന് മുകളിൽ ഓപ്പൺ ചെയ്യും, ഏതാണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്, ഏതാണ് ബെയറിഷ് റെഫറൻസ്, മാർക്കറ്റ് എങ്ങനെ പോകുന്നൊക്കെ നമുക്ക് നോക്കാം. സോ 23,200 ഇന്നത്തെ നമ്മുടെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇന്നത്തെ POC എത്രയാണ്? 23,000. ഇന്നത്തെ POC വന്ന് 23,230 ഭാഗത്താണ് നമ്മളെ POC കിടക്കുന്നത്. 23,231 ആണ്. 23,231 നമ്മുടെ ഇന്നത്തെ POC. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എന്നെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 23,337 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കൂ. അത്രയാണ് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 23,337 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇതിന് മുകളിലും നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ നോക്കാം. സോ ഇനി നമുക്ക് താഴേക്ക് വരണമെങ്കിൽ ഈ POC 23,115 താഴെ മാത്രമേ ഒരു സെല്ലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കൂ. അത്രയും 23,115 താഴെ മാത്രമേ ഞാനൊരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സപ്പോർട്ടാണ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് റെസിസ്റ്റൻസ് ആണ്. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് അടിക്കാനും അതിന് താഴെ നിൽക്കാനും അതിന് താഴോട്ട് വീണ്ടും പോകാൻ ചാൻസും കൂടുതലാണ്. സോ ഇനി നമുക്ക് നോക്കണം 23,337 പൊട്ടി കയറുകയാണെങ്കിൽ എങ്ങോട്ട് വരെയൊക്കെ പോകുക, ഇതൊക്കെയാണ് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളീ പറഞ്ഞ 23,408 കഴിഞ്ഞ ആഴ്ചത്തെ FA പോയിന്റ് 23,408 നമ്മളെ സംബന്ധിച്ച് R1 എന്ന് പറയുമ്പോൾ 23,408 ഭാഗത്തേക്ക് പോകും. ഇതാണ് R1 മുകളിൽ എവിടം വരെ പോവാം? അതിനുശേഷം R2 റെസിസ്റ്റൻസ് 2 എന്ന് പറയുമ്പോൾ അടുത്ത 23,497 23,497 23,497 ഭാഗത്തേക്ക് പോയതാണ് R2. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R3 എന്ന് പറയുമ്പം ഈ POC, അതായത് 23,584 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്കും പോകാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു എന്തുവാണ് മുകളിലേക്കുള്ള ട്രേഡബിൾ ആക്ഷൻ വിത്ത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ലെവൽ വെച്ച് മാർക്കറ്റ് പ്രൊഫൈലുള്ള മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് ലെവൽ വെച്ചുള്ള ഒരു ടാർഗറ്റാണ് ഇത് പറയുന്നത്. ഇനി താഴേക്ക് 23,115 പൊട്ടുകയാണെങ്കിൽ എങ്ങോട്ട് പോവാം? അത് പൊട്ടുകയാണെങ്കിൽ അടുത്ത ഒരു നമ്മുടെ ടാർഗറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 22,961 23,043 23,043 ഫസ്റ്റ് S1 എന്ന് പറയുമ്പം 23,043 ആണ് എന്നെ സംബന്ധിച്ചുള്ള S1. അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു. സപ്പോർട്ട് 1,
അതിന് താഴെ S2 എന്ന് പറഞ്ഞാൽ 22,963 22,963 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാം, കൃത്യമായി പറയാം. അതിന് താഴെ S3 എന്ന് പറയുന്നത് എത്രയാണ്? 22,868 എന്ന് പറഞ്ഞ POC, 22,868 എന്ന് പറഞ്ഞാൽ POC. ഇതാണ് നമ്മളെ എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്താണ് ഒരു വ്യക്തമായ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ 22,868 എന്നാണ് എന്നെ സംബന്ധിച്ചുള്ള S3. ഇത് വ്യക്തമായി നിങ്ങളത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ 868 താഴെ നല്ല സെല്ലിംഗ് വരാം, അല്ലെങ്കിൽ 23,584 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ടുള്ള ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നും അവൻ 49,230 മുകളിൽ അവൻ ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്നെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വ്യക്തമായി നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്, വിത്ത് POC അറൗണ്ട് 49,280 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. 49,280 ബാങ്ക് നിഫ്റ്റിയുടെ POC. അത് ഞാൻ മാർക്ക് ചെയ്തു. POC എന്ന് പറയുമ്പോൾ 49,280 ഭാഗത്താണ് POC ഉള്ളത്. ഇനി നോക്കേണ്ടത് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വന്ന 49,380 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 49,380 അല്ല, സോറി മാറിപ്പോയി, 49,350 അല്ല. കാരണം നമ്മുടെ പുതിയ കോണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഇത് വയ്ക്കും. 49,485 49,400 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 49,482 അതിന് മുകളിൽ മാത്രമേ ഒരു മൊമെന്റം ഞാനത് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 49,755 49,755 എന്നെ സംബന്ധിച്ചുള്ള R1. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ R2 എന്ന് പറയുന്നത് 49,997, അതായത് 50,000 ഭാഗത്തേക്ക് 49,997 50. ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് ബിഗ് റൗണ്ട് നമ്പർ 50,000 ഭാഗത്തേക്ക് വച്ചു. ഇതാണ് മുകളിലേക്കുള്ള എൻ്റെ ഒരു ടാർഗറ്റബിൾ ലെവൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി താഴേക്കെന്ന് പറയുമ്പം ഒരു കാര്യം ഓർത്തോളുക, 49,030 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 49,30 49,030 എന്നെ സംബന്ധിച്ചുള്ള ഒരു ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ വരികയാണെങ്കിൽ വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെയുള്ള ആ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. 49,030 താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 49,800 48,800 ഫസ്റ്റ് ടാർഗറ്റ് 48. S1 എന്ന് പറയുമ്പോൾ 48,800. അതിന് താഴെ S2 എന്ന് പറയുന്നത് 48,500. ഇതിനപ്പുറത്തേക്ക് ഒരു മൂവ്മെന്റ് നാളത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 48,500 എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റി S2. ചുരുക്കി പറഞ്ഞ് ഞാനൊരു S1 S2 R1 R2 മാത്രമേ വരച്ചിട്ടുള്ളൂ. നിങ്ങൾ ഈ ലെവൽ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും മറ്റന്നാൾ ബഡ്ജറ്റാണ്, നല്ല ഹൈലി വോളറ്റൈലുള്ള സെഷനാണ്. ഞാൻ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് റിസ്ക് എടുക്കാതെ നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. വേണമെങ്കിൽ 3% മുകളിലൊക്കെ ഫ്ലക്ച്വേഷൻസ് വരാവുന്ന ഒരു ദിവസം കൂടെയാണ് ബഡ്ജറ്റ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10-15 ദിവസം കൊണ്ട് നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും സെയിം ആണ്, ഒരിടത്തും പോയിട്ടില്ല. അപ്പം മാർക്കറ്റ് സാധാരണ പ്രീമേജർ റാലി തരേണ്ടതാണ്. അത് തന്നോ? ഇല്ല. പ്രീമേജർ ഡൗൺവേർഡ് വലിയ ഷാപ്പ് വന്നോ? അതുമില്ല. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരിടത്തും പോയില്ല, അവിടെ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. അപ്പം ഈ പറ്റുന്ന ബഡ്ജറ്റ് ഡേയിൽ വളരെ ഫ്ലക്ച്വേഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തിൽ നമ്മുടെ ലൈവ് ട്രേഡിങ്ങിൻ്റെയും അതുകൂടാതെ നമ്മുടെ എന്തുവാണല്ലോ ഓഫ്ലൈനിൻ്റെ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടരാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ലൈവായി വന്ന ട്രേഡിങ്ങിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടേക്ക് കെയർ.